ആ കൃഷ്ണൻകുട്ടി എന്തായി? എന്റെ ഭവാനിയമ്മ, നിങ്ങൾ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മോന്റെ കല്യാണം ഞാൻ എന്നേ നടത്തി തന്നേനെ. അതെങ്ങനെയാ? നിങ്ങളൊന്നും പറയൂലല്ലോ. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഈ ചേനയുടെയും മാങ്ങയുടെയും തേങ്ങയുടെയും കണക്ക് പറയാനല്ലേ നേരമുള്ളൂ. ദേ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ഒരു 2-3 മാസത്തിനുള്ളിൽ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇത് ചുമ്മാ പറഞ്ഞല്ല, കൃഷ്ണൻകുട്ടി പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാണ് കല്യാണം നടത്തിയിരിക്കും. കൃഷ്ണൻകുട്ടിക്ക് ഒരു ഒറ്റ വാക്കുള്ളൂ, നിങ്ങളുടെ മോന്റെ കാര്യം ഞാൻ ഏറ്റു. ആ പെണ്ണ് നല്ല മിടിക്ക് പെണ്ണാ. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വേണമെങ്കിൽ ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ചുമ്മാ പോഴ്ത്തി പറയല്ലോ കേട്ടോ. നല്ല അടുക്കോ ഒതുക്കോ ഉള്ള ഒരു പെൺകുട്ടിയാ. എന്റെ കൃഷ്ണൻകുട്ടി, എനിക്ക് പറയാനൊരവസരം താ. അന്ന് കല്യാണത്തിന് വന്നപ്പോ ആ കുട്ടിയെ ഞാൻ കണ്ടതാ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള കുട്ടിയാ. എന്റെ മോനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താനാ പെണ്ണിന്റെ വീട്ടുകാരോട് സംസാരിക്കേ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്കങ്ങ് ഉറപ്പിക്കാം. ഉറപ്പിക്കാനൊന്നും ഇല്ലെന്നേ, ഇത് ഉറച്ചതുപോലെ തന്നെ. കൃഷ്ണൻകുട്ടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടിയെ നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാ. കൃഷ്ണൻകുട്ടി പെണ്ണിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവര് പിന്നും മുന്നും ഒന്നും നോക്കില്ല. കാരണം കൃഷ്ണൻകുട്ടി അങ്ങനത്തെ ഉടായ്പ അറിയാം. എത്രയോ പേരുടെ കല്യാണം നടത്തി കൊടുത്തവരെ എല്ലാവരും ഇന്ന് വളരെ സുഖമായിട്ട് തന്നെയാണ് നാട്ടിൽ ജീവിക്കണറിയോ. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞത്. ഉച്ചയ്ക്ക് ചോറിനാ നേരത്തെ എല്ലാം കൂടി വന്നേരം പപ്പടവും ചോദിച്ചോണ്ട് തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനും. എനിക്ക് പപ്പടം കിട്ടിയില്ല. അമ്മമ്മയുടെ കയ്യിൽ നമ്മളെങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ പൊടിച്ചു തിന്നാനെ. അറിയുന്ന ഒരു പെൺകുട്ടിയാ. അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു 1000 നാവോ. വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടി എനിക്ക് ഇയാടെ തലയ്ക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ? അന്ന് നമ്മൾ കല്യാണത്തിന് പോയപ്പോ സ്ക്വാഷ് 3-4 തവണ ഒളിച്ചിന്ന് കുടിച്ചത് ഓർമ്മയില്ലേ? ആ ചേച്ചിയുടെ ഞാൻ പറഞ്ഞ. ആ ഓർമ്മയുണ്ട്. ആ പിങ്ക് ചുരിദാറിട്ട് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് വന്ന പെണ്ണല്ലേ? ആ പെണ്ണല്ലേ പറഞ്ഞ സ്ക്വാഷ് കുടിച്ചു കഴിഞ്ഞാൽ വയറിളകുന്നു? ആ അതെ, ആ പെണ്ണിനെ കൊണ്ട് നമ്മുടെ അമ്മാമ്മ മാമനെ കെട്ടിക്കാൻ പോവാ. ദേ അതിനെങ്ങാനും നമ്മുടെ അങ്കിളെ കല്യാണം കഴിച്ചാ സ്ക്വാഷ് പോയിട്ട് പച്ചവെള്ളം പോലും നമുക്ക് ഇനി ആ വീട്ടിൽ നിന്ന് കിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. ഇപ്പൊ നമ്മ എന്ത് ചെയ്യോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, അങ്കിള് ആ പെണ്ണിനെ കല്യാണം കഴിക്കരുത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്താണ്? എന്താന്ന് വെച്ചാ പറ. അങ്കിള് പലപ്പോഴും ടെറസിന്റെ മുകളിൽ നിന്ന് ഫോണിലൂടെ ഒരു പെണ്ണിനോട് സംസാരിക്കും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ അതാ തട്ടറിയ നീന ചേച്ചിനോടാ. അയ്യേ, അതൊക്കെ മാമനൊരു ടൈം പാസ്സാ. ഇത് വളരെ സീരിയസാ. ആ പെണ്ണിന്റെ പേര് സീനിയെന്നാ. ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് വരെ എനിക്കൊരു സംശയമുണ്ട്. ഓ, നീ എങ്ങനെയാണീ ഇതൊക്കെ കണ്ടുപിടിക്കണേ? മറ്റുള്ളവർ സംസാരിക്കുന്ന ഒളിച്ചെന്ന് കേൾക്കുന്നത് നല്ല രസാ. ദേ, നമുക്ക് സ്ക്വാഷ് ഏറ്റാത്ത ഈ ജലപിശാചിനെ നമ്മൾ ഈ വീട്ടിൽ ബാൻ ചെയ്യുന്നു. സത്യമാണോ നിങ്ങൾ പറയണത്? എൻ്റെ അപ്പോട്ടാ, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. വിശ്വാസമായില്ലെങ്കിൽ അമ്മമ്മയുടെ അടുത്ത് പോയി ചോദിക്കി, അപ്പൊ ക്ലിയർ ആയിക്കോളും. അങ്ങോട്ട് ചെന്നാൽ അമ്മാമ്മ അപ്പോടെ തലവെള്ളി പൊളിക്കും. ഞാനൊരു കല്യാണം കഴിച്ചതാ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ പിന്നെ പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോപ്പോട്ടാ. അയ്യോ, അമ്മാമ്മ കടുങ്കയും ചെയ്താലോ? അമ്മാമ്മ ഇങ്ങനെ പേടിക്കണം എന്തിനാ? അയ്യേ, അപ്പൂട്ടന് അമ്മാമ്മ ഒന്നും ചെയ്യില്ല, ഞങ്ങളില്ലേ കൂടെ. എന്നെ ചെയ്യണ കാര്യമല്ല, അമ്മാമ്മ കിണറ്റിലെടുത്ത് ചാടുവോ തൂങ്ങിച്ചാവുകയൊക്കെ ചെയ്താലോ? അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറയാണ്. അമ്മമ്മേൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങളേറ്റു. ഇനി ആ പൂക്കട്ടൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ ആ സ്ക്വാഷ് ഈ വീട്ടിൽ വന്ന് കയറും. സ്ക്വാഷാ? അമ്മാമ്മ വേറെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കുന്നു.
എടാ അപ്പു, വർഗീസ് വിളിച്ചിരുന്നു. അവന്റെ കടയിലേക്ക് കുറച്ച് ചേനയും തേങ്ങയും കൊണ്ട് എല്ലാം പറഞ്ഞു. പിന്നെ കഴിഞ്ഞ തവണത്തെ കൊലയുടെ കുറച്ച് പൈസയും കൂടെ കിട്ടാണ്ട് അതുകൂടെ മേടിച്ചു. നീ എന്താ കിണറ്റിലേക്ക് എത്തി നോക്കുന്നേ? ചാടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഈ അമ്മയുടെ വായിൽ ആവശ്യമില്ലാത്ത വർത്താനല്ലാണ്ട് വരാം. എന്തേ പോണില്ലേ? അല്ല, അമ്മാമ്മ പറഞ്ഞേ വർഗീസിന്റെ കടയിൽ കുറച്ച് ചേനയും തേങ്ങയും കൂടി കൊണ്ടുവന്നിട്ടേ. ഈ ചേനയും തേങ്ങയും ഇത് അപ്പൊ കുട്ടനല്ല, അപ്പൊ പൊട്ടനാണിത്. എന്റെ അഞ്ചു അതല്ല, ഞാൻ അവിടെ പോയിട്ട് ചേനയും തേങ്ങയും കൊടുത്തിട്ട് അതുവഴി വരുമ്പോ സീനനെയും വിളിച്ചും കൊണ്ടുവരും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഭയങ്കര ബുദ്ധിയാ. ചെല്ലി ചെല്ലി. പിന്നെ ഒരു കാര്യം, അമ്മമ്മയുടെ കാര്യം നിങ്ങൾ ഏറ്റോണം കേട്ടാ. അമ്മമ്മയുടെ കാര്യമില്ല, ഞങ്ങളേറ്റ് പോയി പെണ്ണിനെ വിളിച്ചോണ്ട് പോവാ. 5 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അവൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ അമ്മാമ്മനോട് പറഞ്ഞല്ലോ ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സീനനെ വിളിച്ചു കൊണ്ടുവന്ന. എന്നിട്ടിപ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണേ, പക്ഷെ പറയാണ് ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നു കഴിഞ്ഞാൽ അമ്മമ്മ ഈ ഭൂമിയിലേ ഉണ്ടാവില്ലാന്ന്. നീ അമ്മാമ്മ എങ്ങാനും ചൊവ്വയിലേക്ക് പോവോ? അപ്പോട്ടാ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാ കാര്യവും ഞങ്ങൾ ഏറ്റി. ആദ്യം ആ പെണ്ണിനൊന്ന് കണ്ടേ. ബാ ആ ശരിയാ, ബാ അങ്ങോട്ട് മാറിയിരിക്കാങ്ങളെ. കൊണ്ട് മാറിയിരിക്കാമോ? ഇതെവിടെ പോയി? സീന എങ്ങോട്ട് പോയത്? അതെ, ആ പെണ്ണെവിടെ പോയി? നീ വല്ലോണ്ടോട് പോയാ? അപ്പോട്ടാ ഏ ഞാനിവിടെ ഉണ്ട്. ഒരു 45 വർഷം ഇവിടെ കഴിഞ്ഞോണ്ടാ നമ്മ തരുന്നില്ലേ? അതായിട്ട് നീ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കായിരുന്നു. അപ്പോട്ടും പറഞ്ഞത് ശരിയാ, ഇതിങ്ങള് നല്ല സ്മാർട്ടാണല്ലോ. അതെ, ഈ വീട്ടിൽ ജയിക്കണമെങ്കിൽ അപ്പോഴും പറയണ മാത്രം കേട്ടാ പോരാ. ഞങ്ങള് പറയണം കൂടി കേൾക്കേണ്ടി വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് അപ്പുകുട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. അപ്പോട്ടാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. അതിനെന്തിനാ എന്നോട് ചോദിക്കണം? നിനക്ക് ഒഴിച്ചുകൂടെ? ഞാൻ ആരുടെ തലയെ കൊണ്ട് ഒഴിക്കാനാ? ഇതിലും പേര് സ്ക്വാഷ് ആയിരുന്നോ? ആന്റി തൽക്കാലം ഒന്ന് പിടിച്ചു വെക്ക്. ഞങ്ങൾ നേരെ താഴെ പോയിട്ട് അമ്മാമ്മ എന്താ ചെയ്യണേ നോക്കിട്ട് വരാം. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ബാത്റൂം പോവാൻ നോക്കാം. ശരി, ബാ. മുടി കുടുങ്ങി. ഇതെന്ത് കാണിക്കണത്? പോന്നപ്പോ എടുത്ത് ഇട്ടോണ്ടും പോന്നതാ. ഇത് എന്തിനാണ് നീ മുറം പോലത്തെ കമ്മലും തൂക്കിട്ട് നടക്കണത്? ഇത് ആരെ കാണിക്കാനത്? ഇത് വല്ലാത്ത കഷ്ടായിപ്പോയി അപ്പോട്ടാ. ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. എന്നാ പിന്നെ നിനക്ക് നിന്റെ വീട്ടിട്ട് പോയിക്കൂടെ? ദേ ഒറ്റ കുത്തുവെച്ച് തന്നാണ്ടല്ലോ. ഇനി ഞാനങ്ങ് എന്നാ മതി. എൻ്റെ ആങ്ങളെ എടുത്ത് തന്നെ ചവിട്ടിക്കൂട്ടു. എന്ത് വന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അല്ല, ഇവിടെ ടെറസിന്റെ മുകളിൽ നമ്മളിത് എങ്ങനെ കഴിയണ? ടെറസിന്റെ മുകളിലോ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനങ്ങ് താഴത്തേക്ക് ഇറങ്ങും. എന്നിട്ട് നിങ്ങളുടെ തൊള്ളേനെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറി താമസിക്കും. 5 വർഷമായി എൻ്റെ കഴുത്തിൽ ഈ താലി കയറിയിട്ട്. ചേനയും വാഴക്കൊലയും ചേമ്പും ഒക്കെ അമ്മ അറിയാതെ മറിച്ചിട്ട കാശുകൊണ്ടാ നിനക്ക് ഞാൻ ഈ താലി മേടിച്ചത്. ആ കണക്കിന്റെ കാര്യത്തിൽ അമ്മക്ക് ഇപ്പോഴും കൺഫ്യൂഷനാ. നിങ്ങളുടെ ഒരു ചേനയും ചേമ്പും എൻ്റെ വായിലും എല്ലാം ചൊറിഞ്ഞു വന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചേനയും ചേമ്പും. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? അമ്മമ്മ ഹാളിൽ ഇരിക്കുവാ. അപ്പൊ ഞാൻ എങ്ങനെയൊന്ന് ബാത്റൂമിൽ പോണേ? തൽക്കാലം നിനക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, പുത്തനച്ചി പെരപ്പുറം തൂക്കുന്ന കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാ. ഞാൻ ഒരു ഐഡിയ പറയാം. ആന്റി സേൽസ് ഗേൾ ആയിട്ട് താഴെ പോണം. അപ്പൊ അമ്മമ്മനെ കാണും. എന്നിട്ട് കുറെ നേരം സംസാരിക്കും. അപ്പൊ ഇടയ്ക്ക് കയറി പറയണം, ഞാൻ ഒന്ന് വാഷ്റൂം പോയിക്കോട്ടെ എന്ന്. ആ കൊള്ളാം. അപ്പ അമ്മ വാഷ്റൂമിൽ പോവാൻ സമ്മതിക്കും.
ആ പക്ഷെ ഈ ബാഗ് പറ്റത്തില്ല. ഏ? സെയിൽസുകളുടെ ബാഗ് വേണം. അത് ഞങ്ങൾ തരാം. അതെ ഉം. ഞാൻ വന്നാൽ ശരിയാവില്ല. ആ. നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വാ. അല്ലെങ്കിലും അപ്പൂട്ടൻ വരണ്ട. അപ്പൂട്ടന്റെ മുഖം കണ്ട എല്ലാ കളത്തും പൊളിയും. ഗുഡ് ഐഡിയ. എന്നാ വാ, നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ഒന്നും നിങ്ങളുടെ അപ്പൂട്ടന്റെ തലയിൽ ഇല്ലല്ലോ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയ. അയ്യോ, ഒന്ന് ഓടി വരണേ. വേഗം വായോ, ഓടി വായോ. വേഗം വാ, വേഗം വാ. ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. എന്താ അപ്പൂ, നമ്മുടെ വീട്ടിൽ കള്ളം കയറിയടാ. അകത്തിരിപ്പുണ്ടോ? എടാ ജോർജ്, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. കണ്ടിട്ടൊരു പെണ്ണാന്നാ തോന്നുന്നത്. ഞാൻ മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുവാ. ഒരു ബാഗും തൂക്കി പിടിച്ച സെയിൽസുകളാണെന്നും പറഞ്ഞാ വന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പരിചയമില്ലാത്തവരെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? സാരി മേടിക്കാന്ന് ഓർത്താ. ഓ അപ്പൊ കള്ളനല്ല കള്ളിയാ. ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും മോഷ്ടിക്കാൻ വന്നതാ. ആണാണോ പെണ്ണാണെന്നറിയാൻ തുറന്നു നോക്കിയാ പോരെ. വൃത്തികേട്ടവനെ വീട്ടുമുറ്റത്ത് വന്ന് വൃത്തികേട് പറയുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഉദ്ദേശം എന്തായാലും ഇവിടെ നടക്കൂല. എന്റെ ഭവാനി അമ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ പെണ്ണിന്റെ ബാഗിന്റെ സിബ് തുറന്നു നോക്കുമ്പോ അതിനകത്ത് പാവാടയോ ബ്ലൗസോ ചുരിദാറോ ഒക്കെ ആണെങ്കിൽ അത് പെണ്ണല്ലേ. മറിച്ച് അതിനകത്ത് പാന്റോ ഷർട്ടോ ആണെങ്കിൽ അതാണല്ലേ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഈ പറഞ്ഞ ഒരു കുന്തവും ഇല്ല. അതാ ബാത്റൂമിൽ കയറിയ സമയത്ത് ഞാൻ ആ ബാഗ് ഒന്ന് തുറന്നു നോക്കി. അപ്പൊ ഈ അടുക്കളയിലെ സാധനങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ തന്നെ ഞാൻ ആ അടുക്കളയിലോട്ട് പോയി ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും കലക്കി. അതാ ബാത്റൂമിൽ നിങ്ങൾ ഇറങ്ങി വന്ന വഴിക്ക് ആ മുഖത്തേക്ക് ഒറ്റ ഒരിക്കലും കുടിച്ചു കൊടുത്തു. അതെന്തായാലും നന്നായി. അതിനെ പെരക്കകത്ത് പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. എല്ലാം ഈ പിള്ളേരുടെ ഐഡിയ. വേഗം പോലീസിനെ വിളിക്കാം. അയ്യോ അമ്മ, പോലീസിനെ വിളിക്കല്ലേ. അത് ഞാൻ കിട്ടിയ പെണ്ണാ. നീ എന്താണോ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 5 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ചായിരുന്നു. അവള് മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നതാ. നീ എന്താണാടാ ഈ പറയുന്നേ? അമ്മ, അവള് ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേര് പറഞ്ഞിട്ട് അതനുസരിച്ച് ഐഡിയ അനുസരിച്ച് വന്നതാ. ഈ പിള്ളേര് പറഞ്ഞിട്ടാ ഞാൻ ഈ ബാഗ് തുറന്നു നോക്കിയത്. ഇതിനെയൊക്കെ ഉണ്ടല്ലോ, നല്ല കാന്താരി മുളക് അരച്ചങ്ങോട്ട് തേക്കണം. ഏയ്, അവർ പിള്ളേരല്ലേ. അവർക്ക് വല്ല ഐസ്ക്രീമോ ചോക്ലേറ്റോ മേടിച്ചു കൊടുക്ക്. ചുമ്മാ കിടന്ന് എന്ത്. വാന്നേ നമുക്ക് അയ്യോ, അവള് എന്റെ അപ്പു, എന്നാലും എന്നോടൊരു വാക്ക് പറയാതെ നീ ഇത് ചെയ്തല്ലോ. പറഞ്ഞ അമ്മ സമ്മതിക്കൂല, അതുകൊണ്ടാ. നിന്നെപ്പോലുള്ള ആൾക്കാരാ ഈ പിള്ളേരെ ചീത്തയാക്കുന്നത്. ഞാനെന്ത് ചെയ്തു? ഞാൻ ആ പിള്ളേരെ വഴക്ക് പറഞ്ഞപ്പം ഇവനല്ലേ ആ പിള്ളേർക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. എൻ്റെ ജോർജേട്ടാ, നിങ്ങൾക്ക് ആ പിള്ളേരെ ശരിക്കും അറിയാഞ്ഞിട്ടാ. നിങ്ങൾ ജീവിച്ചിരിക്കാൻ നിങ്ങളെ ശവസംസ്കാരം നടത്തുവര്. അതുപോലത്തെ മുതലാ. എനിക്കെൻ്റെ ജീവനാ വലുത്. കാന്താരി തേക്കുമല്ലേ, ശരിയാക്കി തരാം.